ഇത് കേട്ട ഗാനങ്ങൾ മധുരമുള്ളവയാണ്. കേട്ട ഗാനങ്ങൾ, നേടിയ നേട്ടങ്ങൾ മാധുര്യമുള്ളവയാണ്. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, നോട്ട് ഹേർഡ് ആർ സ്വീറ്റർ. ഇനിയും കേൾക്കാനുള്ള ഗാനങ്ങൾ കൂടുതൽ മാധുര്യമുള്ളവയാണ്. ഇനിയും നേടാനുള്ള നേട്ടങ്ങൾ കൂടുതൽ മഹത്തരമാണ്. ആ നേട്ടങ്ങൾ കൈവരിക്കാനും കൂടി സാധിക്കണം. ഇപ്പൊ ഞാന് പ്രസംഗം തയ്യാറാക്കിയിട്ടല്ല വന്നിപ്പോ ഒരു കടലാസ് എടുത്ത് റഫീഖിനോട് ഒരു കടലാസ് മേടിച്ച് എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോ ഇന്നലെ സ്റ്റേജിൽ പറഞ്ഞത് അങ്ങനെയാണ്. അത് അവിടെ വെച്ച് കടലാസ് കിട്ടി എഴുതിയായത്. ഇപ്പോഴും നോട്ട് മാത്രം എഴുതിയപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഇന്നത്തെ നമ്മുടെ മുൻപിലുള്ള ഉത്തരവാദിത്വമാണ്. നമ്മുടെ മുൻപിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ്. എന്റെയും നിങ്ങളുടെയും നമ്മൾ മലയാളികൾ കേരളീയർ എന്ന നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുൻപിലുള്ളത്. അത് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമായിട്ട് ഞാൻ ഓർമ്മിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ച അന്ന് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയ റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രസിദ്ധമായ കവിതയിലെ വാക്കുകളാണ്. നെഹ്റു മരിച്ച അന്ന് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയ റോബർട്ട് ഫ്രോസ്റ്റിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥതലങ്ങൾ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിങ്ങനെയാണ്: വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഒരു പട്ടാളക്കാരൻ വനത്തിന്റെ അകത്ത് വിട്ടുപോകുന്ന പട്ടാളക്കാരന്റെ ആത്മകഥമാണ്. പട്ടാളക്കാരൻ വനത്തിന്റെ അകത്ത് ഒറ്റയ്ക്ക് വിട്ടുപോവുകയാണ്. പട്ടാളക്കാരൻ പറയുകയാണ് വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്. കാരണം വനം വളരെ ആഴമുള്ളതാണ്, പരപ്പുള്ളതാണ്. കാരണം ഭംഗി നമുക്കറിയാം. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. പക്ഷെ എനിക്ക് വാഗ്ദാനങ്ങൾ പാലിക്കാനുണ്ട്, എനിക്ക് കടമകൾ നിറവേറ്റാനുണ്ട്. Miles to go before I sleep and miles to go before we sleep. നമുക്ക് കടമകൾ നിറവേറ്റാനുണ്ട്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് മൈലുകൾ യാത്ര ചെയ്യാനുണ്ട്. എനിക്ക് കോഴിക്കോട്ടെത്തേണ്ട ദൂരമല്ല പറഞ്ഞത്. എനിക്കിന്ന് രാത്രി ഉറങ്ങാതെ കോഴിക്കോട്ടെത്തേണ്ട ദൂരമല്ല പറഞ്ഞത്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് മൈലുകൾ യാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ കേരളം 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. അത് വളരെ നിർണായകമാണ്. എനിക്ക് ആശംസയോ പ്രതിപക്ഷ നേതാവിന് പ്രതീക്ഷയോ ഒക്കെ നൽകിയാൽ മാത്രം പോരാ, അതെല്ലാം പൂവണിയാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കൂട്ടായിട്ട് സാധിക്കണം. അത് ഞാൻ ആലോചിച്ചപ്പോൾ പഴയ ഗൾഫ് അല്ല ഇന്നത്തെ. പഴയ ഗൾഫ് എന്ന് പറഞ്ഞാൽ അകലം കൂടുതലായിരുന്നു, ആകാശദൂരത്തിന്റെ കുറവല്ല. വാർത്താവിനിമയ രംഗത്തെ അവികസിത അവസ്ഥ കൊണ്ട് അന്ന് ഗൾഫ് ദൂരത്തിലായിരുന്നു. യാത്രാ സൗകര്യങ്ങൾ ഇന്നും അപര്യാപ്തമാണെങ്കിലും പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ പുതിയ വിമാനത്താവളങ്ങൾ വന്നു, സർവീസുകൾ വന്നു. വിമാന ടിക്കറ്റ് കൂടുതലാണെങ്കിലും കുറെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അകലം, ഗൾഫുമായിട്ടുള്ള അകലം കുറയുകയായിരുന്നു. പണ്ടത്തെ സിനിമയിലെ ഒരു കവിതയാണ്, നല്ലൊരു പാട്ടാണ്, സിനിമാ ഗാനമാണ്. ഖത്തറിൽ നിന്ന് അയച്ച കത്ത് ഖത്തർ മടക്കുന്നു. കാരണം ഒരു കത്ത് വരാൻ, ഖത്തറിൽ നിന്ന് ഒരു കത്ത് വീട്ടിലെത്താൻ ഒരു മാസം എടുക്കും. ആ ഖത്തറില് കത്തി അത്ര മടക്കുന്നു എന്ന് വളരെ താളാത്മകമായിട്ട് നമ്മൾ സിനിമാ ഗാനം കേട്ടിട്ടുണ്ട്. ഇന്ന് അതല്ല. ഇന്ന് ഇമെയിലിന്റെയും ഇന്റർനെറ്റിന്റെയും മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസത്തിന്റെയും എല്ലാം ഫലമായിട്ട് ഇന്ന് നമുക്ക് കൂടുതൽ അടുപ്പം വീടുകളുമായിട്ടും നാടുമായിട്ട് അപ്പൊ തന്നെ കാണാം. വീഡിയോ കോളിൽ എല്ലാവരെയും കണ്ട് സംസാരിക്കാം. അപ്പൊ തന്നെ നമുക്ക് മെയിൽ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ സാധിക്കും. ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചെയ്യാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഹസൻജി പറഞ്ഞു, വോട്ട് ചെയ്യാൻ വരേണ്ടവർ വോട്ട് ചെയ്യാനും വോട്ട് ചേർക്കാൻ വരേണ്ടവർ വോട്ട് ചേർക്കാനും, ബുദ്ധിമുട്ടിയാണെങ്കിലും ത്യാഗം സഹിച്ചാണെങ്കിലും വരണം. നമ്മളുടെ വലിയൊരു ജനാധിപത്യ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിപ്പോ ഞാൻ വീണ്ടും എന്റെ ഒരു കാര്യം ഓർമ്മിച്ചത്, ഞാൻ ആദ്യമായിട്ട് 2011 പേരാവൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ എന്നോടുള്ള താല്പര്യം കൊണ്ട് കെ സുധാകരൻ പറഞ്ഞു, വക്കീലെ, എന്നെ കുറെ പേരെങ്കിലും കണ്ണൂരിന്ന് വക്കീലെന്നാ വിളിക്കുന്നത്. വക്കീലെ, നിങ്ങൾ അവിടെ പോയി പേരാവൂരിൽ പോയി മത്സരിക്കാൻ നിൽക്കരുത്, ഇരിക്കൂടെ മത്സരിക്കാവുള്ളൂ, ഉറച്ച സീറ്റിലേ മത്സരിക്കാവുള്ളൂ. ഇന്ന് പേരാവൂരിന്റെ എതിർ സ്ഥാനാർത്ഥി അന്നത്തെ MLA ആയി നിൽക്കുന്ന ശൈല ടീച്ചറാണ്. സുധാകരൻ എന്നോട് ഇങ്ങനെ കമാൻഡ് ചെയ്ത് പറഞ്ഞു, താൻ പേരാവൂരിനുള്ള വാക്ക് നിന്റെ നാവിന്ന് വരരുത്. പേരാവൂർ സീറ്റിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ സുധാകരൻ എന്നോട് പറഞ്ഞ് പേരാവൂരിനുള്ള വാക്ക് നിന്റെ നാവിന്ന് വരരുത്. അങ്ങനെ എന്നെ ശകാരിച്ചതിനുള്ള താല്പര്യം കൂടുതലുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അവിടെ ശൈല ടീച്ചർ MLA ആയിരിക്കുമ്പോൾ
2-3 പരിപാടികൾ സുധാകരൻ MP എന്ന നിലയിൽ ടീച്ചറുടെ കൂടെ പോകാൻ സാധിച്ചു. പരിപാടികളിൽ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം ആറളത്താണ്. ഒരുപാട് ഗൾഫുകാരുള്ള ഒരു സ്ഥലമാണ് ആറളം പഞ്ചായത്ത്. വലിയൊരു മുസ്ലിം ഏരിയ. അപ്പൊ അവിടെ ചെന്നപ്പോ സുധാകരനോട് പറയാണ്, ടീച്ചറും ഞാനും കൂടെ അവിടെ ചെന്നപ്പോ ഉമ്മമാരൊക്കെ ടീച്ചറെ ഒരു രാജ്ഞി നടക്കാൻ കൊണ്ടുപോകണം. ശരി, ടീച്ചറെ ഉമ്മമാരൊക്കെ ഒരു രാജ്ഞി നടക്കാൻ കൊണ്ടുപോകണം, അതുകൊണ്ട് താനോടെ പോയി നോക്കാൻ പോകണ്ട എന്നാണ് സുധാകരൻ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ജയിക്കാവുന്നൊരു ധാരണയുണ്ടായിരുന്നു. അപ്പൊ ആറളത്തി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് മനസ്സിലായി, കുറച്ചൊരു ട്രെൻഡ് ടീച്ചർക്ക് അനുകൂലമായിട്ട് ആ ടൗണിൽ വരും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഗൾഫിലുള്ള കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടിലും ഗൾഫുകാരുണ്ട്. എല്ലാ വീട്ടിലേക്കും ഉമ്മമാർക്ക് മക്കളുടെയും ചെറുമക്കളുടെയും പുയാപ്പളമാരുടെയും ഫോൺ കോളുകൾ വന്നു. ഞങ്ങൾ പൈസ അയക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, അതുകൊണ്ട് കൈ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊള്ളണം. ടീച്ചർ ജയിച്ചാൽ പൈസ അയക്കുന്ന പറയുന്നു. അപ്പൊ ഉമ്മമാരെല്ലാം പേടിച്ചും സ്നേഹിച്ചും മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കാതെ തന്നെ കൈച്ചിഹ്നത്തിൽ വോട്ട് ചെയ്തു. അപ്പൊ നിങ്ങള് അത്ര കണ്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് ഇപ്പൊ അല്ലേ മുഖ്യമന്ത്രിക്ക് ഗൾഫിനോടുള്ള സ്നേഹവും ത്യാഗവും ലോഹിയൊക്കെ തുടങ്ങിയത് ഇപ്പോഴല്ലേ, പഞ്ചാര വാക്ക് ഒക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്. നേരത്തെ ചില വാക്കുകൾ പറഞ്ഞായിരുന്നല്ലോ, പ്രവാസികൾക്ക് ഗൾഫ് റിട്ടേണീസുകൾക്ക് ഇന്ന പദ്ധതികള് എല്ലാവരെയും രക്ഷപ്പെടുത്തും. പ്രവാസികൾ ആരെങ്കിലും അവിടെ വന്ന് വ്യവസായം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആന്തൂരിലെ സാജൻ, പുനലൂരിലെ സുഗതൻ, എത്ര പേര് നമുക്ക് പറയാൻ സാധിക്കും. അവരുടെയൊക്കെ ആന്തൂർ സാജന്റെ കേസ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഞാനാണ്. രാഷ്ട്രീയമായിട്ട് ആ സാജന്റെ ഭാര്യയൊക്കെ ഉണ്ടാകും, അവരെ അവഹേളിക്കായിരുന്നു. സാജൻ ആത്മഹത്യ ചെയ്തത് ഭാര്യയുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് അറിയാമല്ലോ. അവരിനൊക്കെ എന്നിട്ട് നാട്ടുകാരല്ല. ആ നിലയിലായിരുന്നു അവര് പ്രചരിപ്പിച്ചത് എങ്കിൽ അവര് പ്രവാസി ക്ഷേമത്തിന് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ അതൊരു മേഖലയായിട്ട് വോട്ട് ബാങ്കിന്റെയും നോട്ട് ബാങ്കിന്റെയും സാധ്യത കണ്ടിട്ട് ഈ പഞ്ചാര വാക്കുമായിട്ട് വന്നാൽ അത് ഫലിക്കില്ല എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണമുണ്ട്. 2 ദേശീയ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ എനിക്ക് ആദ്യത്തേതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, വൈകാരികമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷെ രണ്ടാമത്തെ ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് എനിക്ക് അറിയാതെ രോമാഞ്ചം ഉണ്ടാവും. അതിന്റെ വാക്കുകൾ ഞാൻ ആലപിക്കുകയും ചെയ്യും. അതിന്റെ വാക്കുകൾ ഞാൻ എന്റെ വായിൽ നിന്നും എന്റെ മനസ്സിൽ നിന്ന് വരികയും ചെയ്യും. രാജ്യസ്നേഹമാണ്, ജനാധിപത്യമാണ്, മതേതരത്വമാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. രാഹുൽജിയുടെ പരിപാടി ഇവിടെ വിജയിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഞാൻ ഇന്നത്തെ മീറ്റിംഗ് ഞാൻ പൊളിറ്റിക്സ് ഡയറക്റ്റായിട്ട് പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഈ ആഘോഷങ്ങൾ കഴിഞ്ഞു, ഓണാഘോഷങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ളത് മത്സരാധിഷ്ഠിത മുന്നേറ്റങ്ങളാണ്. അതിൽ നിങ്ങളുടേതായ പങ്കാളിത്തം നിങ്ങൾ നടത്തും, സേവനം നിങ്ങൾ നടത്തും, അഭിപ്രായങ്ങൾ നിങ്ങൾ രൂപീകരിക്കും. ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്ന തികഞ്ഞ പ്രതീക്ഷയിൽ സംതൃപ്തിയിൽ ഈ പരിപാടി വൻ വിജയമാക്കിയ, സമ്മാനങ്ങൾ മേടിച്ച, നേതൃത്വം നൽകിയ, അണിനിരന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.